നമസ്കാരം. പൂർണ്ണത്രേശ ശരണം. ക്ഷയാത്രായതേമിതി ക്ഷേത്രം എന്നാ പറയാം. ഒരു നാടിനെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണോ അതാണ് ക്ഷേത്രമായിട്ട് പറയുന്നത്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു പുണ്യമായ സ്ഥലം എന്നാണ് അർത്ഥം. എന്നാൽ ദേവനിരിക്കുന്ന ആ സ്ഥലം, അതിനെ ആ ക്ഷേത്രത്തെയാണ് ദേവസ്ഥാനം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകണു, തൊഴണു, വരണു, പ്രസാദം മേടിക്കണു ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുക എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്ഷേത്രത്തിൻ്റെ സങ്കല്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തുപ്രകാരം ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുക മാഗ്നറ്റിക് ഫോഴ്സ് അതുള്ള സ്ഥലം നോക്കി, അതിൻ്റെ കണക്ക് നോക്കി, വാസ്തുവൊക്കെ വരച്ച് ഷടാധാര സങ്കല്പത്തിൽ സഹസ്രാര പദ്മത്തിൽ ശ്രീകോവിൽ വരാൻ പാകത്തിന് കണ്ട് അവിടെ ഏത് ദേവനാണോ ആ ദേവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് പൂജ കഴിച്ച് ദേവന് ചൈതന്യവർദ്ധനം ഉണ്ടാക്കുക എന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിൽ നമ്മൾ എന്തിനാ ക്ഷേത്രത്തിന് പോവുക എന്ന് പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ള ഒരു സ്ഥലമായിട്ടാണ് ക്ഷേത്രത്തെ പറയുക. അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രദക്ഷിണമായിട്ട് വരിക എന്നാണ് പറയുക. ക്ലോക്ക് വൈസാണ്. അപ്പോൾ ഈ ക്ലോക്ക് വൈസായിട്ട് നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്, ശരീരം എന്ന് പറയുമ്പോൾ തന്നെ ഭൗതിക ശരീരം, സൂക്ഷ്മ ശരീരം, മനസ്സും ആത്മാവും എന്ന 4 ഘടകങ്ങളാണ്. ഭൗതികമായ ശരീരത്തിനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിലുള്ള എനർജി പ്രോസസ്സിങ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, പ്രതിഷ്ഠിക്കുന്നത് ആറ്റമിക് ഫ്യൂഷൻ, ആറ്റമിക് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സിദ്ധാന്തങ്ങളുണ്ടാണ്. അണുവൈജനം, അണുവിഭജനം, ഒരു എനർജി ഉണ്ടാക്കുക എന്നതാണ് ഈ 2 പ്രോസസ്സുകളുടെ പ്രത്യേകത. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ എളുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, അതേപോലെ കൈനറ്റിക് എനർജി ഉണ്ട്, കോസ്മിക് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, സൗണ്ട് എനർജി ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഇത്ര എനർജികൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഉള്ളിലുള്ള ആസ്ട്രൽ ബോഡി കൂടി പ്രഭാവം ചെലുത്തുന്നതാണ്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനും ബ്രെയിനിനുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രകാരം നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ, എന്ന് പറയുക സന്തോഷം, അമ്പലത്തിൽ പോയി വരുമ്പോൾ നമ്മൾ സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം ഇതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോസ്മിക് എനർജിയുടെ പ്രത്യേകത എന്താണെന്ന് പറയാൻ, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ നാഡീവ്യൂഹങ്ങൾക്ക് ചൈതന്യ പ്രവാഹം നൽകുകയും എന്തെങ്കിലുമൊക്കെ ചൈതന്യത്തിനുള്ള കോട്ട ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ദേവൻ്റെ പൂജയ്ക്കും ബാക്കിയുള്ളതായിട്ടല്ല എല്ലാം ആയുർവേദത്തിൽ വിശേഷാൽ പ്രാധാന്യമുള്ളതാണ്. തീർത്ഥമടക്കം നമുക്കൊരു മരുന്നായിട്ട് കണക്ക് കൂട്ടാം. ജപിച്ച തീർത്ഥത്തെ മരുന്നായിട്ടാണ് പറയുക. പല രോഗങ്ങളും ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന പല നെഗറ്റീവ് എനർജികളെ എലിമിനേറ്റ് ചെയ്യാൻ ഇത് പ്രാധാന്യവും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ദൈവാധീനം ഉണ്ടാവും എന്നാണ് പറയുക. ഒരു വ്യക്തിയുടെ ജാതകപ്രകാരം ദൈവാധീനം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം അതിനുവേണ്ടി ക്ഷേത്ര ദർശനം എന്നൊരു വാക്ക് തന്നെ പ്രയോഗിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ, അതിൻ്റെ അകത്തിരിക്കുന്ന സൂക്ഷ്മമായ ശരീരത്തെ, ആത്മാവിനെ പറഞ്ഞാൽ ഭൗതികമായ ശരീരം, സൂക്ഷ്മ ശരീരത്തിന് എനർജി വന്നു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് പീസ്ഫുള്ളായി. ആ മൈൻഡിനെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്ത് എനർജറ്റിക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ദേവൻ്റെ അകത്തിരിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ ഒരു അംശം തന്നെയാണല്ലോ നമ്മൾ. അപ്പോൾ 2 എനർജി തമ്മിൽ എനർജി ട്രാൻസ്മിഷൻ പറയുന്ന ഏറ്റവും വലിയ സിദ്ധാന്തം കൂടി
സംഭവിക്കുന്നത്. ഈ സഹസ്രാര പദ്മത്തിൽ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ കുണ്ടലിനി എനർജിയെ ഉണർത്തും എന്നൊക്കെയാണ്. ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയത് കൊണ്ട് കുണ്ടലിനി എനർജിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നതല്ല, അതിലൊരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും എന്നത് സത്യമാണ്. കുണ്ടലിനി എനർജിയുടെ മാറ്റങ്ങൾ വരാൻ വേണ്ടി അതിനായിട്ടുള്ള ജപം തപാനുഷ്ഠാനങ്ങൾ നടത്തണം. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജീസിനെ ഒരു പരിധി വരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷേത്രം ഗുണം ചെയ്യും എന്നതാണ്. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയോ നമ്മുടെ ആത്മാവിൻ്റെയും ഇതിനൊക്കെ ഒരു എനർജി കുറയുമ്പോൾ ചാർജ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ക്ഷേത്രം. അപ്പോൾ കുട്ടികളെ എല്ലാവരും ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക, കുടുംബസമേതമായിട്ട് ക്ഷേത്രത്തിൽ പോവുക, കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുക, ഭജിക്കുക. അതിന് വളരെ ഉത്തമമായ ഫലം ഉണ്ടാവും. നല്ലൊരു കുടുംബജീവിതവും കുടുംബത്തിൽ സമാധാനങ്ങളുണ്ടാവും. എല്ലാ നന്മകളുണ്ടാവട്ടെ. നമസ്കാരം.